ഇനി മേലെന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കാം. അത് സെറ്റപ്പാണ് അത്. അപ്പൊ അടിയിന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറഞ്ഞത് 2 സെക്കൻഡ് അവിടെ നിന്നു പറഞ്ഞു. പിന്നെ ഇത് ഒട്ടിച്ചെച്ചിക്കണ്, മറ്റേ ഒട്ടിച്ചെച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഒട്ടിപ്പുമില്ല, കാര്യങ്ങളുമില്ല. കാരണം അത്രയും 100 കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഈ നറുക്കെടുത്തത്. ഹായ് ഗൈസ്, വെൽക്കം ടു കുഞ്ഞാൻ പാണ്ടിക്കാട് എപ്പിസോഡ് നമ്പർ 3. അപ്പോൾ നമ്മളുടെ ചില പ്രിൻസിപ്പിളുകളൊക്കെ നമ്മൾ വീഡിയോ തുടങ്ങിക്കഴിയുമ്പോൾ മാറ്റണം എന്ന് പറയില്ല, അങ്ങനെ മാറ്റിയൊരു പ്രിൻസിപ്പിളാണ് ഇത്. കാരണം ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ടോപ്പിക് എടുത്ത് സംസാരിക്കുമ്പോൾ അതിന് 1-2 വീഡിയോയെ ഇടൂ, അതിൽ കൂടുതൽ വീഡിയോ ഇടാൻ ഞാൻ താല്പര്യപ്പെടില്ല എന്ന് പറയും. പക്ഷെ ചില വിഷയങ്ങൾ നമ്മൾ 1 അല്ല 2 അല്ല 3 അല്ല 4 പോലെ പറയേണ്ടി വരും. കാരണം കള്ളത്തരങ്ങൾ ഇങ്ങനെ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ് നമ്മളുടെ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ആൾ ഈ അടുത്ത് നടത്തിയ നറുക്കെടുപ്പ് പരിപാടി. അറിയാലോ, ഇപ്പം മുഹമ്മദ് ഷാഫി റിലേറ്റ് ചെയ്തിട്ട് കുറേ വർത്തമാനവും കാര്യങ്ങളും ഒക്കെ നടന്നു. ഷാഫി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഷാഫി അറിയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളുടെ വീടിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ഇനി 2ാമത്തെ പ്രൈസാണ് ഇപ്പോഴത്തെ ഒരു വിഷയം ആയിരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ പ്രൈസുമായി റിലേറ്റ് ചെയ്തിട്ടും കുറച്ച് കോൺട്രവേഴ്സീസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ പുതിയ നമ്മുടെ മീഡിയക്കാരുടെ ചോദ്യത്തിനുള്ള മറുപടിയും കൂടി ഒന്ന് നോക്കാം. 2ാമത്തെ സമ്മാനം കൊണ്ടുപോയിരിക്കുന്നത് ജാസിർ ബാംഗ്ലൂരാണ്. ജാസിർ ബാംഗ്ലൂരിന്റെ സ്വദേശം മാനന്തവാടിയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെ ചെറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ജാസിറിന്റെ വീട്. ജാസിറിനും ഇതുപോലെ തന്നെ യാദൃശ്ചികമായി അദ്ദേഹത്തിന് കടവ് പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായി ലഭിച്ചതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കും. കുഞ്ഞാൻ എടുക്കുന്ന ഓരോ നറുക്കും ആ നറുക്കിലെ അഡ്രസ്സ് കണ്ടെത്തി, ഫോൺ നമ്പർ കണ്ടെത്തി വിളിക്കുകയും അവരെ ബന്ധപ്പെടുകയും ഈ നറുക്കെടുപ്പിന് ശക്തമായി കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ. അപ്പൊ 2ാമത് കിട്ടിയിരിക്കുന്ന വ്യക്തിയും ഈ നാസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് എന്നാണ് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നാസറിൻ്റെ വളരെ അത് എന്താ റിലേറ്റീവ്, എങ്ങനെയാണ് ബന്ധം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നിങ്ങളിതൊരു കുടുംബത്തിലോട്ട് ബുള്ളറ്റും പിന്നെ വണ്ടിയും കൊടുക്കാനുള്ളൊരു പരിപാടിയാണെങ്കിൽ എന്തിനാണ് ഈ 8000 നാട്ടുകാരെ നിങ്ങൾ വിളിച്ചത്? അതാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. കുടുംബത്തിലോട്ട് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ കുടുംബക്കാരെ മാത്രം വെച്ച് ഒരു ലോട്ടങ്ങ് ചെയ്തിട്ട് അങ്ങ് കൊടുത്താൽ പോരെ. ഈ 8000 ആൾക്കാരെ കയ്യിൽ നിന്ന് 1000 രൂപേൻ്റെ സാധനം കീറിയിട്ട് ഇവരെയൊക്കെ കോമാളിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കുറ്റം പറയുന്നില്ല. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിയാക്ഷൻ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ? ഞാനത് ആലോചിക്കുന്നു. ഇപ്പം ഇത്രയും വലിയൊരു സ്കാം നടന്നു കഴിഞ്ഞു, ഇത്രയും ഡിസ്കഷൻ ഉണ്ടായി, ഇത്രയും ഡിബേറ്റ് ഉണ്ടായി, ഇത്രയും മീഡിയകളിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷെ ഇപ്പോഴും ഒന്നുമില്ല. അത് ഇവൻ്റെയാണ്, മറ്റോൻ്റെയാണ്, മറ്റോൻ ഇവൻ്റെ കുടുംബമാണ്, അവൻ ഇവൻ്റെ ബന്ധമുണ്ട്, അതിലെ ബന്ധം വരുന്നുണ്ട് എന്ന് പറയാമെന്നല്ലാണ്ട് ഇത് റിലേറ്റ് ചെയ്ത് ഫ്രണ്ടോട്ട് ഒരു പ്രൊസീജിയറും നടക്കുന്നില്ല. നിങ്ങൾ ഈ നറുക്കെടുപ്പിൽ നിന്നിട്ടുള്ള 7000 പേരെങ്കിലും ഇതിന് എഗെയിൻസ്റ്റ് ഒരു കേസോ കാര്യങ്ങളോ പ്രൊസീഡ് ചെയ്തിട്ടല്ലേ ഇതൊരു കൺക്ലൂഷനിലോട്ട് പോകും. അല്ല നിങ്ങളൊക്കെ 1000 പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഇവരുടെ പ്ലാനിങ് അനുസരിച്ച് കുടുംബത്തിന് കിട്ടിക്കോട്ടെ എന്നാണോ? ആണെങ്കിൽ പിന്നെ നമ്മളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഈ നറുക്കെടുപ്പിൽ ഞാൻ കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കള്ളത്തരം കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിച്ച് പോവുകയാണ്. കാരണം ഇത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരുത്തൻ നാളെ ഇതേപോലത്തെ നറുക്കെടുപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കരുത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ കൂടെ അത് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. അല്ലാണ്ട് ഈ 8000 ആൾക്കാർക്ക് നീതി ഞാനിവിടെ ഇരുന്ന് സംസാരിച്ചാൽ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ നീതിക്ക് വേണ്ടി നിൽക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അതിനി 1000 ആയാലും 2000 ആണെങ്കിലും 5 ആളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ സ്കാമാണ്, വലിയ ചീറ്റിങ്ങാണ്. നിങ്ങളിതിൽ വീഴരുത് എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി എന്തൊക്കെയാണ് ഹൈദർ പറയുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. മൂപ്പരാരാന്നറിയോ? മൂപ്പരാണ് നമ്മുടെ മൂപ്പരുടെ മൂപ്പര്. ആര്? ഈ പറയുന്ന ജാസിർ ചെറ്റപ്പാലത്തിന്റെ ഭാര്യയുടെ ആങ്ങള. സ്വദേശം കൊടക് ജില്ലയിലെ പുഞ്ചിലം എന്ന് പറയുന്ന സ്ഥലത്ത്. ഭാര്യ ആയിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം ഒരു ഡിവോഴ്സായി കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ജാസിർ
ചെറ്റപ്പാലത്തിന്റെ 2 വർഷം മുമ്പ് ഡിവോഴ്സ് ചെയ്ത ഭാര്യയുടെ ആങ്ങളെയാണ് ഈ പറയുന്ന വെള്ള ടീഷർട്ടുകാരൻ. എങ്ങനെയുണ്ട് അല്ലേ? അപ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയാ, ഒന്നും പറയാനില്ല. ഐതർ കളവരാണോ? അല്ല, ഈ ജാസിർ തന്നെ പിന്നെ പറയുന്നത് നമ്മളൊന്ന് കേട്ട് നോക്കുക. ഹലോ, ജാസിറാണോ? അതെ. ജാസിർ എവിടെ സ്ഥലം? ഓ, ആരാണ്? ഞാൻ ഹൈദറാണ്. ഹൈദർ കാസർഗോഡ് നിന്നാണ്. ആ, എന്താ പ്രശ്നം? ജാസിർ എവിടെ സ്ഥലം? ഞാൻ മാനന്തവാടി. ചെറ്റപ്പാലത്താണോ? അതെ. ഓക്കെ. 2ാം സമ്മാനം ജിമ്മി അടിച്ച ജാസിറാണോ? അതെ. ജാസിർ ബാംഗ്ലൂരിൽ നിന്ന് അഡ്രസ് കൊടുത്തത്. ബാംഗ്ലൂർ ജോലി ഉണ്ടോ? അല്ല, അത് 2 കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കട ഉണ്ടായിരുന്നു. കടയുണ്ടായിരുന്നോ? ആ, എവിടെ? BTM ലേഔട്ട്. അതെയാ? ഹലോ, പറഞ്ഞോ. അതുകൊണ്ടാണോ ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തത്? അതെ, 2 കൂപ്പൺ എടുത്തു. ഒന്ന് മാനന്തവാടി, ഒന്ന് ബാംഗ്ലൂർ, 2 കൊടുത്തു. എന്നിട്ടിപ്പോ ജിമ്മി കിട്ടിയോ? ഇല്ല, ജിമ്മിന് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. തിങ്കളാഴ്ച. ആ, വാഹനമായിട്ട് വാങ്ങണോ പൈസ ആയിട്ട് വാങ്ങണോ? എനിക്ക് പൈസ ആയിട്ടാ വേണ്ട. ആ, അപ്പൊ അതിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിരുന്നു, നോക്കി ഞങ്ങൾ കണ്ടു തോന്നുന്നു. എനിക്ക് റീഡ് ചെയ്ത് തോന്നുന്നു. ഹലോ, ആ, ഒരു 5 മിനിറ്റ്. എന്റെ ഫോണ് ഓഫാണല്ലോ. ഫോൺ 1% ഉള്ളൂ. ഞാൻ 10 മിനിറ്റ് വിളിക്കാം കേട്ടോ. ആ, പറഞ്ഞോളൂ. ഞാൻ ഫോൺ ഓഫായി പോയി. എന്നിട്ട് അയാളറിയാം നിങ്ങൾക്ക്? ആ, എനിക്കറിയാം. ആരാ? ഇതെന്റെ വൈഫിന്റെ ബ്രദർ ആയിരുന്നു. വൈഫിന്റെ ബ്രദർ ആയിരുന്നു? ആ, ഇപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ആ പെർട്ടിക്കുലർ വ്യക്തി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വൈഫിൻ്റെ ബ്രദറായിരുന്നു. അതാ എനിക്ക് മനസ്സിലാവത്ത്. ഇതെങ്ങനെ എല്ലാം കുടുംബക്കാർക്ക് പോവുക? അതും എല്ലാം വയനാട്ടിൽ ഇത്രയ്ക്ക് ഭാഗ്യം ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഞാനും ഒരു നറുക്കെടുപ്പ് കൂടുമായിരുന്നു. പിന്നെ 1000 ഉറുപ്പ്യേൻ്റെ നറുക്കെടുപ്പ് കൂടാൻ എനിക്ക് ഭ്രാന്താണ്. നല്ല കാര്യമായിട്ട് കള്ളത്തരുണ്ട്. ഫസ്റ്റും പോയി, സെക്കൻഡും പോയി. ഇനി തേർഡും എങ്ങനെയാണ്? ആദ്യം വന്നത് നിസാറിൻ്റെ കുടുംബക്കാരൻ ഷാഫി, 2ാമത് വന്നത് ആ വെള്ളക്കാരൻ്റെ കുടുംബക്കാരൻ. ഇനി വരാനുള്ളത് കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ കുടുംബക്കാരനാണോ? എനിക്കറിയില്ല എന്തൊക്കെ കളിപ്പിക്കൽ പരിപാടിയാണ് ഇന്നിപ്പത്തെ ഈ നാട്ടുകാർ കാണിക്കുന്നതെന്ന്. ഈ പൈസയൊക്കെ കൂടിയിട്ട് കുത്തിക്കഴപ്പാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മാറ്റവും ഇല്ലാത്ത ആൾക്കാർ മാത്രം ചെയ്തു കൂട്ടിക്കുന്ന ഓരോ തോന്നിവാസങ്ങളാണിത്. അപ്പം നമുക്ക് എന്തായാലും ഈ കുഞ്ഞൻ പാണ്ടിക്കാട് എന്തൊക്കെയൊക്കെയോ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേട്ട് കുറച്ചു നേരം ഒന്ന് ചിരിക്കാം. ആൾക്കാർ എന്താണ് ഇപ്പൊ കുഞ്ഞാൻ ചെയ്തതിനെ പറ്റി എന്താ പറയാത്ത? അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇതുവരെ വിളിച്ചിട്ടോ ഈ ടിക്കറ്റ് ഇട്ട ആൾക്കാരിൽ ഏതൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. ഈ ടിക്കറ്റ് ഇട്ട ആൾക്കാർ നറുക്കെടുക്കാൻ വേണ്ടിട്ട് അടുത്തുനിന്ന് ആൾക്കാരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഹൈറ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത് മറ്റുള്ള ആൾക്കാരാണല്ലേ? ഇതിനിപ്പോ ഇത് മെയിൻ ഞാൻ പറഞ്ഞേ, ഞാൻ തപ്പി അവിടെ നിന്ന് എന്താണ് അവിടെ പശ വെച്ച് ഒട്ടിച്ചിക്കാണെന്നാണ്. ഇനിയിപ്പൊരു സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിച്ചു. ഇതൊക്കെ ആയി കഴിഞ്ഞാൽ കടലാസാണിത്. ഇത് സ്വാഭാവികമായിട്ട് കീറാതെ വെക്കൊന്നുമില്ല. എടുക്കുന്ന സമയത്ത് കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട്. പക്ഷെ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ്. മേലെന്ന് എടുത്തു എന്നുള്ളൊരു വർത്താനം വേണ്ടാന്ന് കരുതിയാണ് പൊന്നാല ചങ്ങായിമാരെ ഞാൻ താഴത്തുനിന്ന് എടുത്തത്. അല്ല, ആർക്കും ഒരു പാമ്പ് പോലെ അത് നമ്മൾ താഴേന്ന് ഇങ്ങനെ കോരി എടുക്കാറുണ്ടല്ലോ ചെയ്തത്. നമ്മൾ സെന്ററിൽ ഇങ്ങനെ ഇളക്കിയാണ്ട് പിന്നെ എന്താട്ടി അടിയിൽ കൂടി ഇങ്ങനെ പോയിക്കാണ്ട്. ഇതിൽ പറയുന്ന 3 കാര്യത്തിനുള്ള റിപ്ലൈ തരാം. ഒന്ന്, അവിടുത്തെ ആൾക്കാർ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള എന്താ ഉറപ്പ്? നിങ്ങൾ ആ പരിപാടി വലിയ ഗംഭീരമായി ലൈവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് വന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. സാധാരണ ജനങ്ങളല്ലേ. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഏതോ വീഡിയോ കാണുന്ന അല്ലെ ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. അല്ല, നിങ്ങളുടെ കൂടെ നറുക്കെടുപ്പ് എടുത്തിട്ടുള്ള 8000-ലുള്ള ആൾക്കാർ തന്നെ ഇട്ടിട്ടില്ല. എൻ്റെ ഏതോ ഒരു വീഡിയോൻ്റെ താഴെ ഇങ്ങനെ നറുക്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. അവരിനി പറഞ്ഞില്ലേ, എന്താ അവിടെ സംഭവിച്ചത്, എന്താ അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നറുക്കെടുത്ത 2 നിങ്ങളെ കുടുംബക്കാർ. പിന്നെ ഇതിലിപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം? ഈ 2ാമത്തെ കാര്യങ്ങൾ അവർക്കല്ല പരാതി, മറ്റോർക്കാണ് പരാതി എന്ന് പറഞ്ഞു. പിന്നെ മറ്റോരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരും ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണോ? ഞങ്ങൾ വെറുതെ വീഡിയോ ചെയ്യല്ല. ഇത് കള്ളത്തരമാണെന്ന് 100% മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. ഇനി 3ാമത്തെ കാര്യം, സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ പോവില്ലേ? ഇതാണ് 24 മണിക്കൂറും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞോ ചേട്ടാ സൂപ്പർ ഗ്ലൂ കൊണ്ടാണ് ഒട്ടിച്ചത് എന്നല്ല.
ഹൈദർ എന്ന് പറയുന്ന ആൾ വീഡിയോയിൽ വളരെ വൃത്തിയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പേപ്പർ എടുക്കുക, 3 സൈഡിൽ സെലോ ടാപ്പ് ഒട്ടിക്കുക, അപ്പോൾ ഇവിടെ ഒരു പേഴ്സ് പോലെ ഒരു ഓട്ട വരും, അതിൻ്റെ ഉള്ളിൽ സാധനം വെക്കുക, അതെടുക്കുക. അതും ക്ലിയർ ആയല്ലോ. പിന്നെ ഇതിൽ പറഞ്ഞ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേലേന്ന് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ മേലേന്ന് എടുത്താൽ പ്രശ്നമാവുന്നു, അതുകൊണ്ട് താഴേന്ന് എടുക്കുക. ഓക്കെ, താഴേന്ന് എടുത്തെങ്കിൽ താഴേന്ന് ഇങ്ങനെ എന്തിന് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എടുത്ത് മേലോട്ട് വന്ന് കയ്യിലുള്ള ഇങ്ങനെ പിടിച്ചു വെച്ച ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ള എല്ലാം കുടഞ്ഞത്? എൻ്റെ പൊന്നു ചേട്ടാ, വെറുതെ ന്യായീകരിക്കല്ലേ. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരൊന്നുമില്ല. പറ്റിയിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അത് തുറന്ന് പറഞ്ഞിട്ട് വീണ്ടും നറുക്കെടുത്ത് കൊടുക്കണ്ടാക്ക് കൊടുക്ക്. ഇതിങ്ങനെ വീണ്ടും വീണ്ടും സ്വന്തം മേത്ത് ചളി വാരി എറിയല്ലേ. ഇത്രയും അലിഗേഷൻസും ഇത്രയും തെളിവും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്? സത്യസന്ധമായി ചോദിക്കുക. ഇങ്ങനെയൊക്കെ നുണ പറയാൻ കഴിവുള്ള മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മൾ പ്രൊമോഷൻ തന്നെ ചെയ്ത് നമ്മൾ ഏത് വീഡിയോ ചെയ്യണം, ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്തതെന്ന് പറയണ്ട, നമുക്ക് നന്നായിട്ട് അറിയാം. ചെറിയ പൈസയൊന്നുമല്ല ഇപ്രാവശ്യം പ്രൊമോഷന് കിട്ടിയത്, നല്ല പൈസ വാങ്ങിയിട്ടാണ് ഇപ്രാവശ്യം പ്രൊമോഷൻ ചെയ്തത്. ഓക്കെ, ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ അപ്പൊ ഈ വീഡിയോ കാണുന്ന പൊന്നു സഹൃദരായ നാട്ടുകാരെ, നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിയമവിരുദ്ധമായ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂപ്പൺ എടുത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% ഈ പരിപാടി ചെയ്ത, ഇത് പ്രൊമോട്ട് ചെയ്ത എല്ലാ ആൾക്കാരെയും പിടിക്കാനുള്ള ഒരു ഇതിലുണ്ട്. ചെയ്ത ആൾ തന്നെയാണ് വ്യക്തമായി പറയുന്നത് നിയമവിരുദ്ധമായ പരിപാടിയാണ് ഞങ്ങൾ ചെയ്തതെന്ന്. സോ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നീതി അറ്റ്ലീസ്റ്റ് കൊടുത്ത 1000 രൂപയ്ക്കുള്ള ഒരു വിലയെങ്കിലും കാണിക്കുക എന്നേ പറയുള്ളൂ. ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്തതെന്ന്, ഞാൻ ഈ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത്. ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ കേസ് വന്നാലും കേസ് ഇല്ല അവിടെ അല്ലേ? ഈ ഒരു കേസ് ഉണ്ടാവും. കേസ് അവിടെ ആരെങ്കിലും നീ പിന്നെ ഇതാക്കിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏതാണെന്നൊരു ഞാൻ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. കയറാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹെൽമെറ്റ് ഇടാത്തിന് അങ്ങനത്തെ കേസിന് എന്നല്ലാതെ ഇതുവരെ എന്റെ പേരിൽ പെറ്റി കേസ് വരെയല്ല. ഈ 40 പേര് പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ ചെയ്ത പ്രശ്നമാണ്, അതുകൊണ്ട് കർണാടകയിലാണ് ചെയ്തത്. പക്ഷെ അവിടെ പ്രശ്നമല്ലാതൊന്നുമല്ല, പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമാവുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ബുദ്ധി പോലെ ഇരിക്കും. നിങ്ങളിതിന് പൈസ കൊടുത്ത് നിങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിനൊരു നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് നിയമവിരുദ്ധമായി ചെയ്ത ഈ ആക്ടിന് അഗെയിൻസ്റ്റ് പോവുക. ഓക്കെ, ഇല്ലെങ്കിൽ ആ 1000 പോയി എന്ന് കൂട്ടിക്കൂ. സോ ബൈ, ടാറ്റാ.